കേരളം കൈവരിച്ച അതിശയകരമായ നേട്ടങ്ങൾ കണക്കുകൾ നിരത്തി എഴുതിയത് ദഹിക്കാത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് പച്ച മലയാളത്തിൽ തന്നെ തരൂർ ഇന്ന് പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ഉൾപ്പെടെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ മലയാളി അല്ലെന്ന് പറയുന്നവരെ എന്തു വിളിക്കണം? കേരള വിരുദ്ധരെന്നോ സംഘപരിവാർ മനസ്സുള്ളവരെന്നോ? ഒന്നാമതെത്തുന്ന കേരളത്തെ പിന്നാക്കമെത്തിക്കാൻ പാടുപെടുന്നവരോട് എന്തു പറയാൻ? മലയാളി എന്ന വികാരം മരുന്നിന് പോലുമില്ലാതെ അധപ്പതിച്ചു പോകുന്നവരെ ചികിത്സിക്കാനുള്ള വഴി എത്രയും വേഗം കാട്ടിക്കൊടുക്കണം. തരൂർ തിരിച്ചറിഞ്ഞ നവകേരളത്തെ തിരിച്ചറിയാനാകാത്ത കോൺഗ്രസ് നേതാക്കളുടെ സങ്കുചിത മനസ്സ് കേരളം തിരിച്ചറിയുന്നുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവരാണ്. സ്വാഗതം നാലുപേർക്കും. ആദ്യം ശ്രീ റോണി കെ ബേബിയിലേക്കാണ്. ഈ ചർച്ച തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഇന്ന് കോൺഗ്രസ് നേതാക്കളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂർ എഴുതിയ ലേഖനം, സാധാരണ ശശി തരൂർ ലേഖനം എഴുതുമ്പോൾ കടുകട്ടി ഇംഗ്ലീഷ് വാക്കുകൾ പ്രയോഗിക്കാറുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കാൻ 2-3 ഡിക്ഷണറിയും കരുതി വെക്കാറുണ്ട് മലയാളികൾ സാധാരണഗതിയിൽ. ഒരുപക്ഷെ ഇന്നലെ ശശി തരൂർ എഴുതിയ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനം പ്രൊഫസർ റോണി കെ ബേബിക്ക് മനസ്സിലായിട്ടുണ്ടാകണം. ഇന്ന് ശശി തരൂർ വി ഡി സതീശനും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനും മുരളീധരനും അടക്കം മനസ്സിലായില്ല എന്ന് കരുതിയാകണം കൃത്യമായി മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേരത്തെ കേട്ടതുമാണ്. കൃത്യമായ ഡാറ്റാസ്, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. താൻ എഴുതിയ ലേഖനത്തിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ വിളിച്ചിട്ടുണ്ട്. ആ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ ചില കോൺഗ്രസ് നേതാക്കളുണ്ട്. ശ്രീ റോണി കെ ബേബി, ആ കൂട്ടത്തിൽ താങ്കളുണ്ടോ? ശ്രീ ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനം വായിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ ലേഖനത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ആദ്യം ഒരു 30 സെക്കൻഡിൽ ഞാൻ പറഞ്ഞേക്കാം. അദ്ദേഹം പറഞ്ഞത് 1991 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം തുടങ്ങിയ പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യയിൽ വലിയ മാറ്റമുണ്ടാക്കി. ഇപ്പോൾ അതിന് സമാനമായ ഒരു സാഹചര്യം കേരളത്തില് ഉരുത്തിരിഞ്ഞതായി സർക്കാർ അവകാശപ്പെടുന്നു. അതിന്റെ കണക്കുകൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതിന് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ പുതിയ ഈ പറയുന്ന സൗഹൃദ അന്തരീക്ഷം അല്ലെങ്കിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ, അതില് കേരളം 1ാം റാങ്കിങ്ങിൽ എത്തിയിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ശശി തരൂര് അടുത്ത ഭാഗത്തേക്ക് പറയുകയാണ്, ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും കർഷക ആത്മഹത്യകൾ നടക്കുമ്പോഴും ഇപ്പോഴും വ്യവസായികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വീണ്ടും അദ്ദേഹം പറയുകയാണ്, അധികാരം നഷ്ടപ്പെട്ട ഇടതുപക്ഷം പുറത്തു പോകുമ്പോഴും വീണ്ടും ചുവപ്പ് കൊടി ഉയർത്തിക്കൊണ്ട് ഈ വ്യവസായങ്ങൾക്കെതിരെ വരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അങ്ങ് പോകുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്ന കണക്കുകൾ അതാണല്ലോ ഇപ്പൊ ഇവിടെ ഈ തർക്കത്തിന് കാരണമായിരിക്കുന്നത്. അല്ലെ ശശി തരൂര് പറയുന്ന വാദങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിക്കാത്തത്. തരൂര് അതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നത് കൃത്യത്തിൽ പറയുകയാണ്, കേരള സർക്കാരിന്റെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ B രാജീവ് പറഞ്ഞിരിക്കുന്ന കണക്കുകളാണ്. ആ കണക്കുകൾ ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി പറയട്ടെ. അദ്ദേഹം പറയുന്നത് എന്താ, 3 ലക്ഷത്തോളം പുതിയ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി, സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങി. പക്ഷെ ഇവിടെ എന്റെ വളരെ കൃത്യമായ കണക്കുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് വരുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നത് 4993 സ്റ്റാർട്ടപ്പുകളാണ്. ജില്ല തിരിച്ചുള്ള കണക്കുണ്ട്. തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ കാസർഗോഡ് വരെ ഓരോ ജില്ലയിലുമുള്ള കൃത്യമായ കണക്കുകളുണ്ട്. 2400 കോടി രൂപയാണ് കേരളത്തില് ഇതുവരെ ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട്, 2016 കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷൻ വന്നത്. ഈ 9 വർഷം കൊണ്ട് കേരളത്തിൽ വന്നിരിക്കുന്നത് 2400 കോടി രൂപയാണ്. സർക്കാർ ആഗ്രഹിക്കുന്നത് അടുത്ത 2026 മുമ്പ് 15,000 പുതിയ സ്റ്റാർട്ടപ്പുകൾ വരണം, കേരളത്തിൽ 3 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം എന്നൊക്കെയാണ് സർക്കാർ. എന്നാൽ ഒരു കാര്യത്തിൽ ഇവിടെ സമ്മതിക്കുകയാണ്, കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷം മാറി വരുന്നുണ്ട്. കാരണം ലോകം മുഴുവൻ മാറുന്നു, ഇന്ത്യ മുഴുവൻ മാറുന്നു. നമുക്ക് പഴയ പ്രത്യയശാസ്ത്രത്തെ മാമൂലുകളെ കടിച്ച് നമുക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം അതിന്റെ ഭാഗമായിട്ടാണല്ലോ സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നു. 10-30 വർഷത്തിന് ശേഷമാണെങ്കിലും കേരളത്തിലും അതിന്റെ ഒരു മാറ്റത്തിന്റെ സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞു വരിക. ഞാനിവിടെ വളരെ കൃത്യമായി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, സർക്കാർ അതിനകത്ത് വലിയൊരു പുകമറ സൃഷ്ടിക്കുന്നു. ഞാൻ കൃത്യമായി ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. കേരളത്തിന്റെ ഈ ഇത്രയും ഇന്ത്യയിലെ നമ്പർ 1
വ്യവസായ സൗഹൃദ അന്തരീക്ഷമായിരുന്നു കേരളത്തിലെങ്കിൽ ഈ 21 മുതൽ 25 വരെ ഒരു മാസം പോലുമായിട്ടുള്ള ജനുവരി 21 മുതൽ 23 വരെയാണ് ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിന്റെ യോഗം നടന്നു. കേരളത്തിൽ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വന്നു? മഹാരാഷ്ട്ര മാത്രം 15 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നത്. തമിഴ്നാട്ടിൽ വന്നത് 9 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്. 6 സംസ്ഥാനങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള പവലിയൻ ആയിരുന്നു. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്, കേരളം, തെലങ്കാന, ആന്ധ്രാപ്രദേശ് 6 സ്റ്റേറ്റുകളാണ് ഇന്ത്യയിൽ അതിനകത്ത് പങ്കെടുത്തത്. മറ്റ് 5 സ്റ്റേറ്റുകളിലേക്കും വലിയ വ്യവസായ നിക്ഷേപങ്ങളും വിദേശ നിക്ഷേപങ്ങളും ഒഴുകി വന്നപ്പോഴും എന്തുകൊണ്ടാണ് കേരളത്തിന് 1 രൂപ പോലും വരാത്തത്? കേരളം മാറരുതെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളം മാറണം, ഇവിടെ വ്യവസായങ്ങൾ വരണം, ഇവിടെ കൃത്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ വരണം, കേരളം മാറണം. ശരി, ശ്രീ റോണിക്ക ബേബി, താങ്കൾ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, താങ്കൾ എന്തായാലും ശശി തരൂരിനെ വിളിച്ചിട്ടില്ല, അനുകൂലിക്കുന്നയാളല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. താങ്കൾ ഇവിടെ കണക്കുകൾ നിരത്തി പറയുകയും ചെയ്തു എന്തുകൊണ്ട് ദാവോസിൽ നടന്ന സമ്മേളനത്തിൽ ആ സമ്മേളനത്തിന് ശേഷം എന്തുകൊണ്ട് നിക്ഷേപങ്ങൾ വരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു നിക്ഷേപക സംഗമം അടുത്ത വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നുള്ള കാര്യം താങ്കൾക്ക് അടക്കം അറിയുകയും ചെയ്യാം. താങ്കൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇവിടെ CPM നേതാവ് VPP മുസ്തഫ കൂടി ഉണ്ട്. VPP മുസ്തഫ, ഇപ്പോൾ ശ്രീ റോണിക്ക ബേബി പറഞ്ഞത് പുകമറ സൃഷ്ടിക്കുകയാണ് കേരള സർക്കാർ. നേരത്തെ ഒരുപക്ഷെ റോണിക്ക ബേബി ആ വാക്കുകൾ VD സതീശൻ ചോദിച്ചു, ഏത് ഡാറ്റ പ്രകാരമാണ് ശശി തരൂർ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയത്? ശശി തരൂർ കൃത്യമായി പറഞ്ഞു കൊടുത്തു, ഞാൻ കണക്കുകൾ എഴുതിയ ലേഖനത്തിൽ കണക്കുകൾ പറയുന്നത് കേരള സർക്കാർ നൽകിയ കണക്കല്ല, CPM നൽകിയ കണക്കല്ല, അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാർട്ടപ്പ് ഇൻഡെക്സിന്റെ കണക്കുകൾ നോക്കി അത് നെറ്റിൽ പരിധിയാൽ ആർക്കും മനസ്സിലാകുമെന്നാണ്. ആ മറുപടി പറഞ്ഞത് റോണിക്ക ബേബിയോടും VD സതീശനോടും KC വേണുഗോപാലിനോടും മുരളീധരനോടും അടക്കമുള്ളവരോടാണ്. ഇവിടെ ഇപ്പോഴും റോണിക്ക ബേബി, ഇതിനെ ഞങ്ങൾ മലയാളത്തിൽ സാധാരണ പറയാറുള്ളത് ദോഷൈക ദൃക്കുകളെന്നാണ് ശ്രീ പ്രൊഫസർ റോണിക്ക ബേബി. കാരണം ഏത് വിധേനയായാലും കേരളം ഒന്നാമതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒന്നാമതല്ല, ഞങ്ങൾക്ക് ഒന്നാമതാവാൻ താല്പര്യമില്ല, ഞങ്ങൾ അങ്ങനെ താഴ്ന്നു കിടക്കേണ്ടവരാണ് എന്ന് പറയുന്ന മനസ്സുള്ളവരെ ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് കണ്ടത് ജോർജ് കുര്യനിലൂടെയും സുരേഷ് ഗോപിയിലൂടെയുമാണ്. ആ വാക്കുകൾ ഇപ്പോൾ റോണിക്ക ബേബിയിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ടെന്നുള്ളത് മാത്രമാണ്. ശ്രീ VPP മുസ്തഫ, എങ്ങനെയാണ് പുകമറ സൃഷ്ടിക്കുകയാണോ കേരള സർക്കാർ ഈ വിഷയത്തിൽ? പുകമറ ഇപ്പോ പ്രതിപക്ഷത്തിനാണ് ഉള്ളത്. അവരാകെ അങ്കലാപ്പിലാണ്. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ സർവതോന്മുഖമായ വികസനം നടക്കുകയാണ്. എല്ലാ വികസന പരിപാടികൾക്കും അള്ളുവെക്കാനാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്, ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒരുപോലെ കോൺഗ്രസിന്റെ സമീപനമാണ്, കേരളത്തിലെ കോൺഗ്രസിന്റെ സമീപനമാണ് എന്ന് പറയാനും കഴിയില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ ചില ഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള വ്യത്യസ്തമായ സമീപനം നമ്മൾ കണ്ടിട്ടുമുണ്ടല്ലോ. അപ്പോ ഇവിടെ കോൺഗ്രസിന്റെ അതിസങ്കുചിതമായ ഈ കിണറ്റിലെ തവളയെ പോലെയുള്ള ധാരണയുള്ള കോൺഗ്രസ് നേതൃത്വം അങ്ങേയറ്റം മോശമായ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അത് മലർന്നു കടന്ന് തുപ്പുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ കണക്ക് എന്നാണല്ലോ പറയുന്നത്. ഏതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. ഇവിടെ ഇപ്പോ ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധിയും കണക്കാണ് ചോദിക്കുന്നത്. ഞാൻ ഒരൊറ്റ കണക്ക് പറയാം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലം എറണാകുളം ജില്ലയിലെ പരവൂർ മണ്ഡലമാണല്ലോ. ആ പരവൂർ മണ്ഡലത്തിൽ 2ാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ P രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയായി ഈ സംരംഭക വർഷം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചതിന് ശേഷം VD സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ, പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ 2750 മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ആരംഭിച്ചിരിക്കുക. സ്വന്തം മണ്ഡലത്തിലെ കാര്യം പോലും നോക്കാൻ കഴിയാത്ത VD സതീശൻ എങ്ങനെ കേരളത്തിന്റെ ആകെ കണക്കും കാര്യവും നോക്കാൻ വേണ്ടി കഴിയും? അതുകൊണ്ട് അത്യാവശ്യം വിവരവും അറിവുമുള്ള ശശി തരൂരിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ലഭ്യമായ കണക്കുകൾ അത് സാർവദേശീയ തലത്തിലും നാഷണൽ ലെവലിലും എല്ലാം ഉള്ള സ്റ്റാറ്റിക്സ് നോക്കും. ഇവിടെ നിങ്ങൾ നോക്ക്, 2022-23 പരവൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ 1087 പുതിയ സംരംഭകർ തുടങ്ങി. അതിനായിട്ട് 48.73 കോടി രൂപയുടെ നിക്ഷേപം, 1997 പേർക്ക് തൊഴിൽ ലഭിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ VD സതീശന്റെ മണ്ഡലത്തിൽ 768 പുതിയ യൂണിറ്റുകൾ തുടങ്ങി, 38.42 കോടി രൂപയുടെ നിക്ഷേപം, 1539 പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിച്ചു.
2024-25 സാമ്പത്തിക വർഷത്തിൽ 895 സംരംഭങ്ങൾ ആരംഭിച്ചു പറവൂർ മണ്ഡലത്തിൽ. 29.99 കോടി രൂപയുടെ നിക്ഷേപം, 1672 പേർക്ക് തൊഴിൽ ലഭിച്ചു. അങ്ങനെ 2022 മുതൽ 25 വരെ എന്ന് പറഞ്ഞാൽ 15/2/2025 വരെ മെലിഞ്ഞാന്ന് വരെയുള്ള കണക്കുകൾ, ഇന്നലെ വരെയുള്ള കണക്കുകൾ എടുത്താൽ പറവൂർ മണ്ഡലത്തിൽ, സതീശന്റെ മണ്ഡലത്തിൽ 2750 MSME യൂണിറ്റുകൾ, 116.64 കോടി രൂപയുടെ നിക്ഷേപം, 5208 തൊഴിലവസരങ്ങൾ. ഇത് വ്യവസായ വകുപ്പിന്റെ ആധികാരികമായി ലഭ്യമായ കണക്ക്. എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ആ DIC മാനേജറെ വിളിച്ചാൽ സതീശന്റെ ഓഫീസിലെ പ്യൂണിന് പോലും കിട്ടുന്ന കണക്ക്. ഇതൊരു മണ്ഡലത്തിൽ സാധ്യമാകുമെങ്കിൽ, പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ LDF ഭരിക്കുമ്പോൾ ഇത് സാധ്യമാകുമെങ്കിൽ, കേരളത്തിൽ ആകെ ഉണ്ടായ മുന്നേറ്റം നിങ്ങൾ നോക്ക്. ആ കണക്കുകളാ ശ്രീ ശശി തരൂർ അംഗീകരിച്ചിരിക്കുന്നത്. ഇത് വെറുതെ വ്യവസായ മന്ത്രി P രാജീവിന്റെ പ്രസ്താവനയല്ല, ആധികാരികമായ കണക്കുകൾ. അത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു 7-ാം തീയതി. ആ ബജറ്റിനോടൊപ്പം കേരളത്തിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക രേഖയും നൽകിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കിയാൽ മതി. ഈ കണക്കുകളെല്ലാം അതിലുണ്ട്. മണ്ഡലം തിരിച്ച കണക്ക് അതിൽ ലഭ്യമല്ലാതേ ഉള്ളൂ. ജില്ല തിരിച്ചുള്ള കണക്കുകൾ അതിൽ ലഭ്യമാണ്. മണ്ഡലം തിരിച്ച കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ പ്യൂണെന്ന് വിളിച്ചു ചോദിച്ചാൽ മതി ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ കണക്കിനെ പേടിക്കുന്നവരല്ല, ഉള്ള കണക്കേ ഞങ്ങൾ പറയുള്ളൂ. കേന്ദ്ര സർക്കാരിനേതുപോലെ കണക്ക് പേടിച്ചിട്ട് സെൻസസ് നടത്താതിരിക്കുന്നവരല്ല. കണക്കേ ഇല്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷത്തെ പോലെയുമല്ല. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ വികസന മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി കണക്ക് മാത്രം വേണ്ട, നമുക്ക് ധാരാളം വ്യവസായികളുടെ പ്രസ്താവനകളില്ലേ. ഇപ്പൊ പട്ടാഭി സീതാരാമൻ, നമ്മുടെ കല്യാൺ സിൽസിന്റെ, അദ്ദേഹം ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള ഒരു രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വ്യവസായികളുടെ യോഗത്തിൽ നടത്തിയ പ്രസ്താവന എന്താ? അത് കേൾക്ക് നിങ്ങൾ. ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വ്യാവസായിക മുന്നേറ്റത്തെ കുറിച്ച്, പ്രത്യേകിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ കേരളം നേടിയെടുത്തിട്ടുള്ളത് ഇതൊരു വസ്തുതയായിട്ട് നിൽക്കുകയല്ലേ. ഇത് പിണറായി വിജയൻ ഉണ്ടാക്കിയ കണക്കല്ലല്ലോ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം 1-ാം റാങ്കിൽ എത്തി എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിന്റെ ആധികാരികമായിട്ടുള്ള കണക്കല്ലേ, അവരുടെ നാഷണൽ ഏജൻസികളുടെ കണക്കല്ലേ. BJP സർക്കാരിന്റെ കണക്കായതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുകയല്ല, നാഷണൽ ഏജൻസികളാണ്. അതുകൊണ്ടാണ് ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ ആ കണക്കുകൾ, നാഷണൽ ഏജൻസിയുടെ കണക്കുകൾ ഉദ്ധരിക്കുന്നത്. 2021 വരെ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥാനം ഏതാ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ? ഇന്ത്യയിൽ ആകെ 29 സംസ്ഥാനം, അതിൽ 28-ാം സ്ഥാനം. ആ 28-ാം സ്ഥാനത്ത് നിന്നാണ് ഓരോ വർഷങ്ങളിൽ നമ്മൾ ഓരോ സ്റ്റേജുകൾ കയറി ഒറ്റയടിക്ക് 1-ാം സ്ഥാനത്തെത്തുകയല്ല. ഈ കഴിഞ്ഞ 6-7 വർഷം ഓരോ സ്റ്റേജ് കൃത്യമായി ലക്ഷ്യത്തോടുകൂടി ടാർഗറ്റ് വെച്ച് പ്രവർത്തിച്ച് നമ്മൾ പിന്നിട്ട് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ എത്തിയത്? ഇവിടെ ദാവോസിന്റെ കാര്യം പറഞ്ഞു കോൺഗ്രസിന്റെ പ്രതിനിധി. ദാവോസിൽ 19 വർഷമായി കേരളത്തെ ക്ഷണിച്ചിട്ടേ ഇല്ല കേരളത്തെ. അവസരം പോലും ലഭിച്ചിട്ടില്ല. അവിടെയാണ് ഇത്തവണ അവസരം ലഭിക്കുന്നത്. ആ അവസരം ലഭിച്ചപ്പോൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, ആന്ധ്രയിൽ ഇത്ര വന്നു, മറ്റേടത്ത് വന്നു. എന്താ ആന്ധ്ര മുഖ്യമന്ത്രി അവിടെ ദാവോസിലെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ മീഡിയ കോൺഫറൻസ് ഉണ്ടായി. ആ മീഡിയ കോൺഫറൻസിൽ ആന്ധ്രയുടെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഇന്ത്യയിലെ ഒരു സീനിയർ പൊളിറ്റീഷ്യൻ ആണല്ലോ, അദ്ദേഹം എന്താ കേരളത്തെ കുറിച്ച് നടത്തിയ റിമാർക്സ് കോൺഗ്രസ് പ്രതിനിധി കേട്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഞാൻ ഇപ്പോൾ അയച്ചു തരാം. ഇനി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ദാവോസ് സമ്മേളനം നടക്കുമ്പോൾ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത, ദേശാഭിമാനി പറയുമ്പോഴാണല്ലോ ഞങ്ങളുടെ അവകാശവാദം, P രാജീവ് പറയുമ്പോഴാണല്ലോ അത് മന്ത്രിയുടെ അവകാശവാദം. നിങ്ങൾ മാതൃഭൂമി പത്രം വായിച്ചോ? അതിന്റെ ലേഖനം റിപ്പോർട്ട് ചെയ്തിരിക്കുക ദാവോസിൽ എങ്ങനെയാണ് ചന്ദ്രബാബു നായിഡു കേരളത്തെ പ്രശംസിച്ചതെന്ന്. ഇവിടെ അടുത്ത ദിവസം എറണാകുളത്ത് നമ്മുടെ കോൺക്ലേവ് നടക്കാൻ പോവുക. അദ്ദേഹം ചോദിച്ചല്ലോ എത്ര നിക്ഷേപം വന്നു. ശ്രീ റോണി, നിങ്ങൾ ആ എറണാകുളത്ത് നടക്കുന്ന കോൺക്ലേവും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം. അല്ല, താങ്കൾ പറഞ്ഞ ശരിയാണ്. താങ്കൾ പറഞ്ഞ വിഷയങ്ങൾ അതിന് മറുപടി റോണി കെ ബേബിക്കുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടാകും. അതിനുമുമ്പ് ശ്രീ ലാൽകുമാർ, ഒരുപക്ഷെ നമ്മളിത് ഈ ചർച്ച ചെയ്യുമ്പോൾ ഇന്നലത്തെ ഒരു വിഷയം കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ചർച്ചയിലേക്ക് വരാം. ഇന്നലെ എന്താണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 529 കോടി രൂപ കേരളത്തിന് തരാം. എങ്ങനെ തരാം?
50 വർഷം കൊണ്ട് പലിശരഹിതമായിട്ട് തിരിച്ചടയ്ക്കണം. ഇങ്ങനെ നിരന്തരം കേന്ദ്രം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നയാ പൈസ കേരളം തരുന്നില്ല. അവിടെ നിന്നുകൊണ്ടാണ് ഈ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനം 28-ൽ നിന്ന് 1-ലേക്ക് എത്തിച്ചേരുന്നത്. നിതി ആയോഗിന്റെ അടക്കം വലിയ വലിയ സൂചികകൾ 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. അവിടെ സങ്കുചിതമായ രാഷ്ട്രീയം കൊണ്ട് റോണി കെ ബേബി അടക്കമുള്ളവർ, വി ഡി സതീശൻ അടക്കമുള്ളവർ പറയുകയാണ്, ഏതാണ് കണക്ക്, എവിടെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഏത് ഡാറ്റ വെച്ച് നിങ്ങൾ പറയുന്നു? പറഞ്ഞത് ആരുമല്ല. ഈ ഡാറ്റ പി രാജീവ് പറഞ്ഞ ഡാറ്റയല്ല, പിണറായി വിജയൻ പറഞ്ഞ ഡാറ്റയല്ല, CPM പറഞ്ഞ ഡാറ്റയുമല്ല. അന്താരാഷ്ട്ര കണക്കുകൾ എടുത്തുകൊണ്ട് ശശി തരൂർ എഴുതിയ ലേഖനമാണ്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കൾ. എങ്ങനെ കരുതാൻ കഴിയുന്നു, എങ്ങനെ കണക്കിലെടുക്കാൻ കഴിയുന്നു ഈ കോൺഗ്രസ് മനസ്സിനെ? ശ്രീ ലാൽകുമാർ. അല്ല, കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് ചിന്തിക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. നമ്മൾ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഒരു റിഗ്രസീവായിട്ടൊരു നയമാണ് പലപ്പോഴും അവരെടുക്കുന്നത്. വികസനവുമായി ബന്ധപ്പെട്ട് വരുമ്പം നോക്കൂ, ഏതൊരു വികസനത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം അവതരിപ്പിക്കപ്പെട്ടാലും ആദ്യം ഞങ്ങളത് സമ്മതിക്കത്തില്ല. വി ഡി സതീശൻ്റെ പൊതുവെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ഞങ്ങളത് സമ്മതിക്കത്തില്ല. അത് പുള്ളി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. അങ്ങനെ പെരുമാറുന്ന ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഈ കാര്യത്തിലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നോക്കൂ, അദ്ദേഹം എഴുതിയ ആർട്ടിക്കിൾ, തരൂർ എഴുതിയ ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. മൈ സ്റ്റൈൽ ഈസ് ടു അക്സെപ്റ്റ് ഇഫ് ദ സ്റ്റേറ്റ് ഓർ ദ സെൻട്രൽ ഗവൺമെൻറ് ഡസ് സംതിങ് ഗുഡ് ആൻഡ് ക്രിട്ടിസൈസ് ഇഫ് ഇറ്റ് ഡസ് സംതിങ് ബാഡ്. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യവും നല്ല ചെയ്താൽ നല്ലതെന്ന് പറയും, ചീത്ത ചെയ്താൽ ചീത്ത ചെയ്തെന്ന് പറയും. ചീത്ത ചെയ്താൽ ചീത്ത ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറച്ച് വിമർശനങ്ങളും ഈ ആർട്ടിക്കിളിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിള് ഇപ്പം റോണി കെ ബേബിയുടെ ഭാഷ്യത്തിൽ അദ്ദേഹം എന്തോ കുറച്ച് കണക്കുകൾ പറഞ്ഞിരിക്കുന്നു, കണക്ക് തെറ്റായിട്ട് പറയുന്നു. നോക്കൂ, 21-ാമത്തെ വയസ്സിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ടഫ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ഒരാൾക്ക് കണക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് റെക്കോർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ നല്ലത് പറയുമ്പം അത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ സംഭവം. നോക്കൂ, തരൂർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, അൺഅക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം. അത് പൊളിറ്റിക്കലിയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ ലോങ് ടേം കോൺസിക്വൻസ് പൊളിറ്റിക്കലി ഹൈ ആയതുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം, പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിന് ചെയ്യാം. നിങ്ങൾക്ക് തരൂറിനോട് യോജിക്കുന്നില്ല, അപ്പം തരൂറിനോട് യോജിക്കുന്നില്ലെന്ന് പോലും പറയാം. അപ്പോഴത്തേന് AICCക്ക് കത്തെഴുതുന്നു, അതെഴുതുന്നു, ഇതെഴുതുന്നു, ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എനിക്കിവിടുത്തെ പ്രശ്നം വരുന്നത് എവിടെയാണെന്നറിയോ? തരൂർ ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേഷൻ ഇഷ്യൂസ് വരുമ്പം എടുക്കുന്നൊരു നയം നമുക്ക് പലപ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ കാലത്തിൽ നിന്ന് വരുന്ന ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസിയിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒരു ഫോറിൻ പോളിസിയാണ് ഇപ്പം നരേന്ദ്രമോദി എടുക്കുന്നത്. ആ ഫോറിൻ പോളിസി സുബ്രഹ്മണ്യം ജയശങ്കറിനെ പോലുള്ള ആൾക്കാരെ പ്രൈസ് ചെയ്യാൻ ഒരു മടിയും തരൂർ കാണിക്കാറില്ല. അങ്ങനെ പ്രൈസ് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ അദ്ദേഹം ഒരു സെൻസേഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം കോൺഗ്രസിൻ്റെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ശ്രദ്ധിച്ചോ, അത് പറഞ്ഞത് തെറ്റാണ്, അദ്ദേഹം നമ്മുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു നയമല്ല എടുക്കേണ്ടെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അപ്പോൾ കേരളത്തിലെ വെറും സ്വാഭിത താല്പര്യത്തിൻ്റെ ഭാഗമായി മാത്രം ഉയർന്നു വരുന്നൊരു വിഷയമാണ്. ഞാൻ ഓർക്കുന്നത് തരൂരിൻ്റെ പണ്ടൊരു പുസ്തകം എലിഫന്റ്, ടൈഗർ ആൻഡ് ദ സെൽഫോൺ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതുന്നൊരു ഐഡിയ, ഇന്ത്യ ഇസ് എ സ്ലംബറിങ് ലംബറിങ് എലിഫന്റ്. ഇത് അദ്ദേഹത്തിൻ്റെ യൂസേജ് തന്നെയാണ്. ഒരു ആനയെ പോലെ ബ്യൂറോക്രസി, ലഥാർജിക്കായിട്ടുള്ള ബ്യൂറോക്രസിയിൽ നിന്ന് ഒരു ബൗണ്ടിങ് ടൈഗർ എന്ന് പറയുന്ന ഉതിരുന്ന ഒരു അജൈൽ ടൈഗറായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രോസസ്സ് യഥാർത്ഥത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇപ്പം VPP പറഞ്ഞ കാര്യം അത് തന്നെയാണ്. 28-ൽ നിന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നിന്ന് നമ്മൾ 1-ലേക്ക് മാറുമ്പം യഥാർത്ഥത്തിൽ വി ആർ ആക്ച്വലി സ്വിച്ചിങ് ഫ്രം ദ സ്ലംബറിങ് ലംബറിങ് എലിഫന്റ് ടു എ ബൗണ്ടിങ് ടൈഗർ ടു എൻ അജൈൽ ടൈഗർ. അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് പാട്? അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്?
അപ്പം നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോഴത്തേക്കിന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരും എന്നുള്ള, അല്ലെങ്കിൽ തരൂർ തന്നെ ഇത് പറഞ്ഞിട്ടില്ലേ എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ നിങ്ങൾ ഒരു വലിയ നല്ല സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ നെഗേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? എങ്ങോട്ടാണ് ഇത് പോകുന്നത്? എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഇപ്പം ഇന്ന് രാവിലെ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ കെ മുരളീധരൻ കെ മുരളീധരൻ ഒരു സാധാരണഗതിയിൽ കീഴും കിഴക്കും അദ്ദേഹത്തിന് ഇല്ല. പല കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും കീഴും കിഴക്കും ഇല്ലാതെ തന്നെ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നത്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ മാത്രം, കോൺഗ്രസിന്റെ താല്പര്യങ്ങൾ പോലും ആണോ അദ്ദേഹം പല ഘട്ടത്തിലും സംസാരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഇത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല, കോൺഗ്രസിന്റെ താല്പര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ കാര്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ കോൺഗ്രസിന്റെ താല്പര്യം എപ്പോഴാണ് കെ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്? കെ മുരളീധരന്റെ താല്പര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസിനെ ചെന്ന് ഈ പറയുന്ന അങ്കലാപ്പിലാക്കുന്ന അഭിപ്രായങ്ങളാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഒരു ആളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. നോക്കൂ, തരൂർ ഇതിനു മുമ്പും മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പറഞ്ഞതല്ല. നോക്കൂ, നല്ലൊരു ഇപ്പം മൻമോഹൻ സിംഗ് ഒരു നല്ല കാര്യം ചെയ്യുന്നു, നരേന്ദ്രമോദി ഒരു നല്ല കാര്യം ചെയ്യുന്നു. ആ നല്ല കാര്യം എന്ന് പറയുന്നത് അതിനെ പ്രൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തിനോട് പിന്നീട് ഒരിക്കലും വിയോജിക്കത്തില്ല എന്നും എതിർക്കത്തില്ല എന്നുള്ളൊരു അർത്ഥമില്ല. അതാണ് ഇവിടുത്തെ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പ്രകീർത്തിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഇപ്പം ഉണ്ട് എങ്കിൽ, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ എതിർക്കുകയല്ലേ ചെയ്യുന്നത്? ഉറപ്പായിട്ട് എതിർക്കുക ചെയ്യുന്നത്. പക്ഷേ ഐ ഷുഡ് ബി ഹാവിംഗ് ദ കറേജ് ടു അക്സെപ്റ്റ് ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് അതർ പീപ്പിൾ. അതില്ല എങ്കിൽ നമുക്ക് പൊതുപ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ലാൽകുമാർ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ലാൽകുമാർ പറഞ്ഞത് തന്നെയാണ്. ഒരു പോസിറ്റീവ് വശം കാണേണ്ടതുണ്ട്. അതാണ് പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയം ആവശ്യപ്പെടുന്നത്. ശശി തരൂർ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ അതിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പുകഴ്ത്തി പറയുന്നത്, അതിനെ അംഗീകരിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യമാണ് ലാൽകുമാർ ചോദിച്ചത്. റോണി കെ ബേബി, താങ്കൾ നേരത്തെ ചോദിച്ച ചില ഉന്നയിച്ച വിഷയങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ VP മുസ്തഫ പറഞ്ഞു. ദാവോസിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം എത്ര നിക്ഷേപം വന്നു എന്നുള്ളത്. 19 വർഷത്തിന് ശേഷം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്, ദാവോസിലെ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നു എന്ന് പറയുന്നത് താങ്കൾ തമസ്കരിക്കുകയും നിക്ഷേപം വന്നില്ല എന്ന് പറയുന്നതിനെ എടുത്തുയർത്തി പറയുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദോഷൈക ദൃക്ക് എന്ന് പറയുന്നത്. എങ്ങനെ ഈ കോൺഗ്രസ്സുകാർ ദോഷൈക ദൃക്കായി പോകുന്നു എന്നുള്ളത് കേരളം തിരിച്ചറിയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പാരഡൈം ഷിഫ്റ്റ് ആണ് ശശി തരൂർ ഇങ്ങനെ പറയുമ്പോൾ. ശശി തരൂർ ഈ കേരളത്തിന്റെ വികസനത്തെ ഒരുപക്ഷെ 3 ദിവസം കൊണ്ട് ഒരു വ്യവസായ സംരംഭം തുടങ്ങാൻ കേരളത്തിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ LDF സർക്കാരിന്റെയോ CPM-ന്റെ നേട്ടം ആയിട്ടല്ല കാണേണ്ടത്. അത് കേരളത്തിന്റെ ആകെ നേട്ടമാണ്. കേരളം എന്ന് പറയുന്ന താങ്കളും ഞാനും ഉൾപ്പെടുന്ന 3,40,00,000 നേട്ടമായി തന്നെയാണ് അതിനെ കാണേണ്ടത്. അങ്ങനെ കാണുന്നതിന് പകരം സങ്കുചിതമായ രാഷ്ട്രീയം. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ എന്ത് പറയും ഈ CPM-നെതിരെ എന്ന് പറയുന്ന തോന്നലുണ്ടല്ലോ, ആ തോന്നൽ നിങ്ങളെ കുഴിയിലാക്കുകയാണ് ശ്രീ റോണി കെ ബേബി. ഈ ബഹുമാനപ്പെട്ട ഡോക്ടർ ശശി തരൂരിനെ ഒരുപാട് പുകഴ്ത്തുമ്പോൾ ഇദ്ദേഹം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാനോട് വായിക്കാം. അതിങ്ങനെയാണ്: while many states have had the tragic experience of enduring farmer suicides, only Kerala has the recorded cases of investor suicide, when people have sunk their life savings into business ventures and seen them lost because of labor trouble, political. താങ്കൾ തുടക്കം മുതൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്കൾ തുടക്കം മുതൽ, അതായത് ഏകദേശം ഒരു ഓപ്പൺ പേജ്, എഡിറ്റ് പേജിലെ വലിയ ഒരു ഭൂരിഭാഗം സ്ഥലങ്ങളും കവർന്നുകൊണ്ടുള്ളൊരു ലേഖനമാണ്. ആ ലേഖനത്തിന്റെ കവർ പേജ് തന്നെ, അതിന്റെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്: കേരളം കൈവരിച്ച നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആ ഉറങ്ങുന്ന ആനയും ആ ഉണരുന്ന കടുവ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കേരളത്തിന്റെ നേട്ടങ്ങൾ എണ്ണി പറയുമ്പോൾ ഇടയ്ക്ക് അവസാനം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്, ഇവർ ഇനി പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്. ഇങ്ങനെയുള്ള വളരെ ചെറിയ നെഗറ്റീവായ സംഭവങ്ങളെ മാത്രം എടുത്തു പറയുകയും അതിനകത്ത് ഇപ്പോഴും പറയുന്നുണ്ട്. ഇന്ന് താങ്കൾ ഒരു കാര്യം, ഈ P രാജീവ് വ്യവസായ മന്ത്രി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയില്ല, നേരത്തെ പറഞ്ഞാണ് 3.5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ ഇവിടെ വന്നു. 3.5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ, അതിനെ നിങ്ങൾ കാണാതിരിക്കുന്നു. 16,000 കോടി രൂപ മാത്രമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മൂലധന ചെലവ് ഉണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന്. ഇവിടെ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നു 86,000 കോടിയുടെ നിക്ഷേപം നടത്തി. നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ MLA-മാരുടെ മണ്ഡലത്തിൽ വരെ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ കണ്ണുണ്ടല്ലോ, ആ ദോഷങ്ങൾ കാണുന്ന കണ്ണ്, അതാണ് പ്രശ്നം. നമുക്ക് ഇതിനകത്തെല്ലാം ഓരോ വിഷയത്തിലും കൃത്യമായ നിലപാടുണ്ട്. ഇപ്പോൾ ശശി തരൂരിനെ ഇപ്പോൾ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞപ്പോൾ അതായത് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാനോട് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഞാൻ വളരെ കൃത്യമായി പറയട്ടെ. ഇവിടെ പറയുന്നത് എന്താ? ഇന്ത്യയിലെ 1ാം നമ്പർ വ്യവസായ സൗഹൃദ സംരക്ഷണ സംസ്ഥാനമായി കേരളത്തെ തെരഞ്ഞെടുത്തു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം.
12 പാരാമീറ്റേഴ്സ് വെച്ചാണ് അവിടെ ഈ പറയുന്ന റാങ്കിങ് നിശ്ചയിച്ചത്. അതിൽ കേരളത്തിന് 4 പാരാമീറ്റേഴ്സിലാണ് ഒന്നാമത് വന്നത്. ഏതാ ഇവിടെ പറയുന്ന വ്യവസായ സംരംഭങ്ങൾ ഒന്നതിന്റെ അകത്തല്ല, മൂലധന നിക്ഷേപം ഒന്നതിന്റെ അകത്തല്ല. കേരളത്തിന് ഫസ്റ്റ് വന്ന് എവിടെയെന്ന് പറയട്ടെ. 1 ഏകജാല ക്ലിയറൻസ്, 2 ഓൺലൈൻ സർട്ടിഫിക്കേഷൻ, 3 നികുതി അടവ്, 4 യൂട്ടിലിറ്റി സർട്ടിഫിക്കേഷൻ. ഈ 4 ക്രൈറ്റീരിയ വെച്ച് മാത്രമാണ് കേരളം ഒന്നാമത് വന്നിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കുട്ടി 10ാം ക്ലാസ് പാസ്സാകുന്നു. ആ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ 4 വിഷയം പഠിച്ച് പാസ്സായത് കൊണ്ടും ബാക്കി 2 തോറ്റുപോയത് കൊണ്ടും അയാൾ ജയിച്ചു എന്ന് പറയാൻ കഴിയുമോ നമുക്ക്? ഞാൻ പറഞ്ഞത് കേരളം എങ്ങനെയാണ് ഈ വ്യവസായ സമൃദ്ധ അന്തരീക്ഷം എന്ന് പറയുന്നത്? റോണിക്ക ബേബി, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്, നിക്ഷേപം ഉൾപ്പെടുന്നതാണ്. ഏകജാലക സംവിധാനത്തിലൂടെ നിക്ഷേപങ്ങൾക്ക്, വ്യവസായ സംരംഭങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്ലിയറൻസ് കൊടുക്കുന്നതാണ്. അങ്ങനെ ഇതാണ് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ 4 എനിക്ക് മനസ്സിലാകുന്നില്ല. 4 പാരാമീറ്റർ കൊണ്ട് എങ്ങനെ കേരളം 1ാം സ്ഥാനത്തെത്തും? അത് മനസ്സിലാകും. വളരെ വ്യക്തം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ്മെന്റിന്റെ കണക്ക് പറ. നമ്മൾ ഇവിടെ ബഹുമാനോട് VP മുസ്തഫ പറഞ്ഞു, നിയമസഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടില് പിന്നെ എന്തോ വലിയ കാര്യങ്ങൾ സംഭവിച്ചു. എന്താ കേരളത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് 2% കുറയുകയാണ് ചെയ്യുന്നത്. മുൻ വർഷം നിക്ഷേപം എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ പ്രശ്നമുണ്ട്. നിക്ഷേപം വരിക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള നിക്ഷേപം മാത്രമല്ല, ആഭ്യന്തരമായി തന്നെ നിക്ഷേപിക്കുന്നുണ്ട്. അതും കൂടി കണക്കിലെടുക്കണം. താങ്കൾ നേരത്തെ ദാവോസിൽ നിന്ന് ഇവിടെ ഇത്ര നിക്ഷേപം വന്ന് ഈ 3.5 ലക്ഷം വ്യവസായ സ്ഥാപനങ്ങളിൽ ഇവിടെ ആഭ്യന്തര നിക്ഷേപമുണ്ട്. അത് വായ്പ എടുത്തതാകാം, സ്വർണം പണയം വെച്ചതാകാം, പലവിധ. അതും അങ്ങനെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നിക്ഷേപങ്ങൾ അതും കൂടി കണക്കിലെടുക്കണം. എനിക്കിതിനകത്ത് കൃത്യമായ മറുപടിയുണ്ട്. നിയമസഭയിൽ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ P. രാജീവ് അദ്ദേഹം 3 ലക്ഷത്തോളം കേരളത്തിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് പഠനം നടത്തി. കൃത്യമായ എന്താ പറയുക, ഈ ആപ്ലിക്കേഷൻ കൊടുത്തത് എല്ലാവരും കൂടി അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാലത്ത് വന്നിട്ട് ഇവിടെ കേരളത്തിൽ കാണിക്കില്ല. ഇത് മനസ്സിലായത് കേരളത്തിൽ നിന്ന് വലിയൊരു പ്രവാസി സമൂഹം കേരളത്തിന് പുറത്തുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. ഇങ്ങോട്ട് വലിയ രീതിയിൽ പണം വഹിക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി കേരളത്തിൽ സ്വർണ്ണക്കടകൾ വരുന്നുണ്ട്, കേരളത്തിൽ ഈ പറയുന്ന തുണിക്കടകൾ വരുന്നുണ്ട്, കേരളത്തിൽ വീടുകൾ ഒരുപാട് പണിയുന്നുണ്ട്. അതിന് ഈ പറയുന്ന സിമന്റ് പിന്നെ കടകൾ വരുന്നുണ്ട്, അതുപോലെ കച്ചക്കടകൾ വരുന്നുണ്ട്. അത് വെച്ചല്ല ഒരു സംസ്ഥാനത്തെ എനിക്ക് വിയോജിപ്പുണ്ട്. റോണിക്ക ബേബി, താങ്കൾ പറഞ്ഞതിനകത്താണ് ഇവിടെ കടകൾ വരുന്നുണ്ട്, സിമന്റ് കടകൾ വരുന്നുണ്ട്, നിർമ്മാണം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വികസനം നടക്കുന്നതാണ് എന്റെ അർത്ഥം. VP മുസ്തഫ അദ്ദേഹം പറഞ്ഞതിന് താങ്കൾക്ക് മറുപടി പറയാം. അദ്ദേഹം ഇവര് ആദ്യം റോണി ഒന്ന് നോക്കേണ്ടത്, നിങ്ങൾ ഏതിനെയാണ് അംഗീകരിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒന്ന് പറ. ഇപ്പൊ ദേശീയപാതയുടെ വികസനം നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് അടച്ചുപൂട്ടിപ്പോയി, ഇപ്പൊ യാഥാർത്ഥ്യമായി അതിന്റെ ഭൂമി ഏറ്റെടുത്ത് പ്രവൃത്തി തുടങ്ങുമ്പോൾ റോണി UDF കേരളത്തിൽ സ്വീകരിച്ച സമീപനം എന്താ? തടയുകയല്ലേ ചെയ്തത്? അതിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയല്ലേ ചെയ്തത്? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ കീഴാറ്റൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഏത് നേതാവായി ഇനി പോകാൻ ബാക്കിയുണ്ടായിരുന്നത്? BJPയുടെ നേതാക്കൾ അവിടെ വന്നു, ഏതെല്ലാം സൈസ് ആളുകളെ ഇറക്കി, എന്നിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രചരണം നടത്തി. റോണി മനസ്സിലാക്കിയോന്നറിയില്ല, ആ കീഴാറ്റൂരിൽ 6 വരി റോഡ് 45 മീറ്റർ വീതിയിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിനുള്ള വാഹനങ്ങൾ ഓടിത്തുടങ്ങി. റോണി ഓടിത്തുടങ്ങി. നിങ്ങൾ തടസ്സപ്പെടുത്തിയവരാ. എവിടുന്നെല്ലാം മണ്ണ് കൊണ്ടുവന്നു? അങ്ങ് ബംഗാളിൽ നിന്ന് വരെ മണ്ണ് കൊണ്ടുവന്നില്ലേ കീഴാറ്റൂരിലെ ദേശീയപാത വികസനത്തെ തടയാൻ? ഇപ്പൊ നിങ്ങൾ എന്നിട്ട് നിയമസഭയിൽ മിന്നാതെ പറയുകയാണ് ദേശീയപാത വികസനം ഇരട്ടച്ചങ്കന്റേതല്ല, ഞങ്ങളുടെ സൗമ്യന്റേതാണ്. നാണമില്ലേ റോണി ഇങ്ങനെ പറയാൻ? ഇനി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി എന്താ നിങ്ങളെടുത്ത സമീപനം? കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും UDFും കൂടിയിട്ട് നടുറോട്ടിൽ ജുമാ നമസ്കാരം നടത്തി. വെള്ളിയാഴ്ച ഉച്ചക്ക് ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമരം ചെയ്യാൻ, ഗെയിൽ പദ്ധതി തടസ്സപ്പെടുത്താൻ. കുഞ്ഞാലിക്കുട്ടി അവിടെ പ്രസംഗിച്ചു, ഇത് വരില്ല, ഇവിടെ ജുമാ നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ സത്യം ചെയ്യുന്നത്. ആ മുക്കത്തെ കൂടി ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടു, വീടുകളിലേക്ക് ഗ്യാസ് കൊടുക്കാനുള്ള സംവിധാനം ആരംഭിച്ചു. AI ക്യാമറ വന്നു. നിങ്ങൾ ചെയ്തതെന്താ? യൂത്ത് കോൺഗ്രസ്സുകാര് വലിയ കൊട്ടയും എടുത്ത് പോയിട്ട് AI ക്യാമറയുടെ മുകളിൽ മടക്കി വെച്ചു. സമ്മതിക്കില്ല AI ക്യാമറ കേരളത്തിൽ. ഇപ്പൊ 3 വർഷമായിട്ട് AI ക്യാമറ യാഥാർത്ഥ്യമായി. അപകട മരണം കേരളത്തിൽ കുറഞ്ഞു ഈ 3 വർഷമായിട്ട്. AI ക്യാമറ യാഥാർത്ഥ്യമില്ല. K-ഫോൺ നിങ്ങൾ രാഷ്ട്രീയ സമരം നടത്തി,
രമേശ് ചെന്നിത്തലയും സതീശനും ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. K4 യാഥാർത്ഥ്യമായി. കേരളത്തിലെ 24,000 സർക്കാർ ഓഫീസുകളിൽ ഇപ്പോൾ K4-ലൂടെയാണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രവർത്തിക്കുന്നത്. 70,000-ഓളം ഉന്നതികളിൽ പിന്നോക്ക വിഭാഗം, ആദിവാസി വിഭാഗത്തിന് ഇന്റർനെറ്റ് കണക്ടിവിറ്റി K4-ലൂടെ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 70,000 കുടുംബങ്ങൾക്ക് കേരളത്തിൽ യാഥാർത്ഥ്യമായില്ലേ? ലൈഫ് മിഷൻ എന്താ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞത്? UDF കൺവീനർ അന്ന് MM ഹസനാണ്. പത്രസമ്മേളനം നടത്തിയിട്ട് പ്രസംഗിച്ചില്ലേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിരിച്ചുവിടും ലൈഫ് മിഷൻ. 5.25 ലക്ഷം ആളുകൾക്ക് വീട് കിട്ടി. ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകളുടെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. കുടുംബശ്രീ 25 വർഷമായി. അതിന് പകരമായിട്ട് നിങ്ങൾ ജനശ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു മിഷൻ കൊണ്ടുവന്നു. നിങ്ങൾ അധികാരത്തിലുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ചില ഫണ്ടുകൾ സംഘടിപ്പിച്ചെടുത്തിട്ട് ജനശ്രീ മിഷൻ പൂട്ടിപ്പോയി. കുടുംബശ്രീ കൂടുതൽ ശക്തിയോടുകൂടി കേരളത്തിൽ നിലനിൽക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ ചേർത്തുപിടിച്ച് നാടിന്റെ വികസനം പുരോഗതി ലാക്കാക്കി നടത്തിയ ഏത് പ്രവർത്തനത്തെ നിങ്ങൾ എതിർക്കാതിരുന്നിട്ടുണ്ട്? ഇപ്പൊ നിങ്ങൾ പറയുകയാണ്, സതീശന്റെ ഒരു പ്രസ്താവന റോഡ് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താ? വയനാട്ടിലേക്ക് എളുപ്പം വരാനുള്ള ടണൽ റോഡ് ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നാ നിങ്ങൾ പറയുന്നത്. അയാൾ പറഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾ നോക്ക്, ഇങ്ങനെ എല്ലാറ്റിനെയും അന്ധമായി എതിർക്കുന്ന കൂപമണ്ഡൂഹങ്ങളായി കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണ്. അവിടെയാണ് കേരളം കേന്ദ്ര സർക്കാരിന്റെ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ VPP, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതിൽ നിന്ന് വിട്ടുപോയത് ഒരു കാര്യം കൂടി ഞാനന്ന് റോണി കെ ബേബി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ന് മലയോര ഹൈവേ മുഖ്യമന്ത്രി ആദ്യത്തെ റീച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഓർമ്മിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. അന്ന് ഈ ഓഫീസ് പൂട്ടിപ്പോയല്ലോ, ദേശീയപാത വികസന UDF സർക്കാരിന്റെ കാലത്ത് ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടിപ്പോയി. മാത്രമല്ല, അന്ന് കൃത്യസമയത്ത് സ്ഥലം ഏറ്റെടുക്കാതിരുന്നത് കാരണം 6,000 കോടി സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വന്നു. 6,000 കോടി രൂപ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും അവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനെ 6,000 കോടി കൊടുത്തിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ദേശീയപാത വികസനം ഉണ്ടായിരിക്കുന്നത്. അവിടെ തുരങ്കം വെക്കുന്നത്. താങ്കളിലേക്ക് ഞാൻ തിരികെ വരാം, ശ്രീ റോണി കെ ബേബിയിലേക്ക്. അതായത് ഇപ്പോൾ ജോർജ് പൊടിപ്പാറ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി ചേരുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ നേരത്തെ ഈ ചർച്ചയിൽ 3 പേർ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകണം. അതിൽ റോണി കെ ബേബി പറഞ്ഞ, ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. റോണി കെ ബേബി എന്ന് പറയുന്ന ആ കോൺഗ്രസിന്റെ പരിണതപ്രജ്ഞനായ നേതാവിനെ മാത്രമല്ല, കോൺഗ്രസിന്റെ നിലവിലുള്ള നേതൃത്വത്തെ മുഴുവൻ ദോഷൈക ദൃക്കുകൾ എന്ന തന്നെ പദം ഞാൻ പ്രയോഗിക്കുകയാണ്. കാരണം അങ്ങനെ വലിയൊരു ശശി തരൂർ എഴുതിയൊരു ലേഖനം, ആ ലേഖനത്തിലുടനീളം കേരളം എങ്ങനെ മികച്ചു നിൽക്കുന്നു, വ്യവസായ സൗഹൃദ അന്തരീക്ഷം എങ്ങനെ വന്നു, എങ്ങനെ സിംഗപ്പൂരിനൊപ്പം നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നു, അമേരിക്കയുടെ നിലവാരത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു, ഇത് തുടരണം, ഇത് അതിശയിപ്പിക്കുന്നതാണ്, ഈ മാറ്റം ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് പറയുമ്പോൾ അതിനകത്തെ വരികളിൽ വായിച്ചുകൊണ്ട് അതിന്റെ നെഗറ്റീവ് മാത്രം കാണുന്നവരെ ദോഷൈക ദൃക്കെന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ശ്രീ ജോർജ് പൊടിപ്പാറ. സ്വാഭാവികമായിട്ടും ശശി തരൂരിന്റെ കാഴ്ചപ്പാടും കേരളത്തിലെ കോൺഗ്രസിലെ തന്നെ മറ്റു രാഷ്ട്രീയ അല്ലെങ്കിൽ നേതാക്കളുടെ കാഴ്ചപ്പാടും തമ്മിൽ എല്ലാ കാലത്തും ചില വ്യത്യാസങ്ങളുണ്ട്. ശശി തരൂർ ഒരുപക്ഷെ കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ടാകാം, അതല്ലെങ്കിൽ ഒരു വിശ്വപൗരൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത് വിശാലമായ ഒരു മേഖലയാണ്. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പലപ്പോഴും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഈ കോൺഗ്രസിനെയും അതുപോലെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ സ്വാഭാവികമായിട്ടും 2 ഇലക്ഷൻ വരുന്ന ഒരു ഘട്ടത്തില് സംസ്ഥാന സർക്കാരിനെ മുച്ചൂടും പ്രകീർത്തിച്ചുകൊണ്ട് വ്യവസായ സൗഹൃദ ഇതില് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലൊക്കെ 1ാം സ്ഥാനത്താണ് എന്നുള്ള നാഷണൽ ആയിട്ടുള്ള റിപ്പോർട്ട് കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നു. ആ ലേഖനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെ പ്രകീർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അതാണ്. അദ്ദേഹത്തിന് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടും അതുപോലെ തന്നെ മറ്റു രീതിയിലും വസ്തുതാപരമായിട്ട് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെ അദ്ദേഹം രാഷ്ട്രീയമായിട്ടല്ല കാണുക, അതിനെ കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹം അതിനെ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഇതേ രീതിയിൽ അദ്ദേഹം മോദിയെ അഭിനന്ദിക്കുന്ന പല ഘട്ടങ്ങളും ഉണ്ട്. മോദിയുടെ ഇപ്പൊ അമേരിക്കൻ സന്ദർശനത്തില് മോദിയുടെ സന്ദർശനം ഗംഭീരമായിരുന്നു, അതിന്റെ നേട്ടങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് വളരെ വലിയ വിജയമാണ് എന്ന രീതിയിൽ ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതിനെ CPM ആ നിലയ്ക്ക് അംഗീകരിക്കുന്നുണ്ടോ? ഇന്നിപ്പോ ശശി തരൂർ ഇംഗ്ലീഷ് പത്രത്തിൽ ഇന്ത്യ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം വളരെ അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു, സിംഗപ്പൂരിനൊപ്പം എത്തിയിരിക്കുന്നു, അമേരിക്കയ്ക്കൊപ്പം എത്തിയിരിക്കുന്നു, ഞാനിതിനെ അംഗീകരിക്കാൻ തയ്യാറാണ്. ആ രീതിയിലാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ, ഡാറ്റ വെച്ചുകൊണ്ടാണ്, റിപ്പോർട്ടിലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഞാൻ ഏകപക്ഷീയമായിട്ട് അതിനെ എതിർക്കാൻ തയ്യാറല്ല. പക്ഷേ ശശി തരൂർ ഇതേപോലെ തന്നെ പല ഘട്ടത്തിലും
പ്രധാനമന്ത്രി മോദിയുടെ നേട്ടങ്ങളെയും വാഴ്ത്തി പാടാറുണ്ട്. അദ്ദേഹത്തിന്റെ പല പല എന്താ പറയാ സമീപനങ്ങളെയും അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളെയും ഇതേ അളവിൽ ശ്ലാഘിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തിയോടെ ശശി തരൂരിനെ എതിർക്കുന്ന CPM-ഉം ഇടതുമുന്നണി എതിർക്കുന്ന കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോ ശശി തരൂരിന്റെ ചില ഘട്ടങ്ങൾ, അതായത് ഇടതുമുന്നണിക്ക് അനുകൂലമായി വരുന്ന പ്രസ്താവനകളെ സത്യസന്ധമെന്നും വസ്തുതാപരമെന്നും അദ്ദേഹം എന്താ പറയാ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു എന്ന് അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഇതേ ഒരു ഇത് മോദിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ശശി തരൂർ ഏത് സമയത്താണ് അദ്ദേഹം സംഘപരിവാറിലേക്ക് പോവുക എന്നത് സംശയമുണ്ടെന്നുള്ള രീതിയിലാണ് നിങ്ങൾ വ്യാഖ്യാനിക്കാറുള്ളത്. അതെങ്ങനെയാണ് സാധിക്കുക? ഇത് രണ്ടും കൂടി ഒരിക്കലും പറ്റില്ല. അല്ല, തീർച്ചയായിട്ടും അതല്ല. അതിനകത്ത് ശ്രീ ജോർജ് പൊടിപ്പാറ ഒരു പക്ഷേ ഇത് രണ്ടും ഒന്ന് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും വസ്തുതകൾ നിരത്തിയുള്ള ഒരു ലേഖനവും. അതിൽ എന്താണ് പറഞ്ഞെന്താണ് ശശി തരൂർ പറഞ്ഞെന്താണ്? ഇത് ഞാൻ CPM-ൽ നിന്ന് കണക്കെടുത്തതല്ല, വ്യവസായ മന്ത്രി P രാജീവ് നൽകിയ കണക്കും പറയുകയല്ല, നെറ്റിൽ നോക്കിയാൽ കിട്ടുന്ന ചില കണക്കുകൾ, ഇന്റർനാഷണൽ സ്റ്റാർട്ടപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ കണക്കെടുത്തുകൊണ്ട് പറയുകയാണ്. അത് അല്ല താങ്കൾ പറഞ്ഞ അതെ, ഒരുപക്ഷെ അത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് VP മുസ്തഫയാണ് മറുപടി പറയേണ്ടത്. ശശി തരൂർ നരേന്ദ്രമോദിയെ അനുകൂലിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നിലപാടെടുക്കുക എന്നുള്ള പറയുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് ഒന്നൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്ന് ഡാറ്റയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയാണോ, ആ സ്റ്റാറ്റിസ്റ്റിക്സിനെ അംഗീകരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. ജോർജ് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ എന്നോട് തന്നെയല്ലേ ആ സ്റ്റാറ്റിസ്റ്റിക്സിനെ അംഗീകരിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, ഞാനൊരു പാർട്ടിയുടെ വക്താവായിട്ടല്ല ഇരിക്കുന്നത്. ശശി തരൂര് കോൺഗ്രസിലെ എല്ലാവരും ആദരിക്കുന്ന നേതാവാണ്, ദേശീയ തലത്തിൽ തന്നെ സ്റ്റേച്ചറുള്ള നേതാവാണ്, അന്തർദേശീയ തലത്തിൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഏറെ പേർ ഇഷ്ടപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം വെറുതെ ബ്ലഫ് ചെയ്യാറില്ല. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇൻഡെക്സ് അന്താരാഷ്ട്ര ജേർണലുകളിലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പുറത്തു വരുന്ന ദേശീയ തലത്തിൽ ഏജൻസികൾ, വിശ്വസനീയമായ ഏജൻസികൾ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു, അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു. നമുക്കതിന് കുറ്റം പറയാൻ പറ്റില്ല. അത് പക്ഷെ പൊളിറ്റിക്കലി അദ്ദേഹം ചെയ്യുന്നത് എത്ര വേണ്ടി ശരിയാണെന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഇതുപോലെ CPM-ലെ ഏതെങ്കിലും നേതാക്കള് UDF ഭരിക്കുന്ന കാലത്ത് UDF-നെ ഈ രീതിയിൽ വസ്തുതാപരമായിട്ട് ശരിയാണെങ്കിൽ കൂടി ഈ രീതിയിൽ അംഗീകരിക്കുകയും സ്തുതിക്കുകയും അല്ലെങ്കിൽ അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയാൽ ആ നേതാവിനോട് CPM-ന്റെ സമീപനം തരും. ഇവിടെ 2 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് UDF നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി UDF-നെ രാഷ്ട്രീയമായി ഏറെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് എന്നത് ശരി. താങ്കൾ പറഞ്ഞത് ശരി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിഷമം താങ്കൾ പറഞ്ഞ ശരി തന്നെയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ ഉന്നയിച്ച ഈ വികാരം അതാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ആദ്യം തുടക്കം മുതൽ റോണി കെ ബേബി പറയേണ്ടിയിരുന്ന ഒരു ഭാഷയായിരുന്നു അത്. ലാൽകുമാർ, ഒരുപക്ഷെ ജോർജ് പൊടിപ്പാറ പറഞ്ഞാണ് എൻ്റെ കാര്യം. അതായത് അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ഇങ്ങനെ പറയാമോ ശശി തരൂരിന്? ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പ്രതിരോധത്തിലാക്കേണ്ടതല്ലേ CPM-നെ, ഇവിടെ LDF സർക്കാരിനെ? ഇനി 3ാം പിണറായി സർക്കാർ വരുന്നു എന്ന് പറയുമ്പോൾ ഈ ശശി തരൂർ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ പറയേണ്ടതാണ് ജോർജ് പൊടിപ്പാറയുടെ വാക്കുകളിലൂടെ വന്നത്. ലാൽകുമാർ, അല്ല, ഇവിടെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇടയ്ക്ക് തടസ്സപ്പെടുത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് പറയാം. നോക്കൂ, ശശി തരൂർ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സിറ്റിസൺ ആണ് എന്ന് പൊടിപ്പാറ സാർ വ്യക്തമാക്കി, അസന്നിഗ്ധം പറഞ്ഞു കഴിഞ്ഞു. ഓഫ് കോഴ്സ് ഈസ് എ ഗ്ലോബൽ സിറ്റിസൺ, എനിക്ക് അതിനകത്തൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ആ ഗ്ലോബൽ സിറ്റിസണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന ഒരു ആർട്ടിക്കിൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതി സമർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്തോ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവാണ് അല്ലേ? ആ കണക്ക് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു ആർട്ടിക്കിൾ എഴുതുന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെക്കുറിച്ച് ബാക്കിയുള്ള എല്ലാം പോട്ടെ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ 4 എണ്ണം എടുത്തുള്ളൂ, 16 ഇല്ല എന്നൊക്കെ ഉള്ളത് പോട്ടെ, ആ 4 എണ്ണത്തിൽ കേരളം മെച്ചമാണെന്നുള്ളത് കോൺഗ്രസ് ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതാണ് ഇവിടുത്തെ അടുത്ത പ്രശ്നം. അപ്പം അങ്ങനെ പോലും അംഗീകരിക്കാത്ത ഈ സംസ്ഥാനത്ത്, CPM ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു ഗുണവുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പുട്ടിന് തേങ്ങ വെക്കുന്നത് പോലെ മാധ്യമങ്ങളെ കണ്ട് പറയുന്ന ഈ മാധ്യമങ്ങളുടെ എല്ലാ സപ്പോർട്ടോടുകൂടിയും മാധ്യമങ്ങളുടെ എല്ലാ ലാളനയും ഏൽക്കുന്ന പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ അംഗീകരിക്കാത്തൊരു കാര്യം വളരെ ഒബ്ജക്റ്റീവ്ലി ഒരു ഗ്ലോബൽ സിറ്റിസണായ ശശി തരൂർ അംഗീകരിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ സമ്മതിക്കണം. 1. 2, ഈ പറയുന്ന അമേരിക്കയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെ ആകട്ടെ, ഞാനത് ആദ്യത്തെ ഭാഗത്ത് സൂചിപ്പിച്ചതാണ്.
ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ശശി തരൂർ ഒരു അഭിപ്രായം പറയുന്നു. CPM അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതവിടെ നിൽക്കട്ടെ, CPMന്റെ അഭിപ്രായം VPP പറയട്ടെ. പക്ഷെ എനിക്ക് മറിച്ചൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന ശശി തരൂരിന്റെ അഭിപ്രായം ശരിയല്ല എന്ന് കോൺഗ്രസ് ഒരു നിലപാടെടുത്തോ? അതാ പറഞ്ഞേ, അതാണ് പ്രധാനമായിട്ടൊരു കാര്യം. അമേരിക്കയിൽ പോയി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കാണുമ്പം ഡൊണാൾഡ് ട്രംപിനുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോയി കണ്ട കാര്യത്തെ വാഴ്ത്തുന്ന ശശി തരൂരിനെ എതിർക്കുന്ന ഒരു കോൺഗ്രസിനെ നാം കണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇന്റർനാഷണൽ അഫയേഴ്സ് നോക്കുന്നവരോ ആരുമില്ലേ? ഈ രാജ്യത്ത് ഇന്റർനാഷണൽ അഫയേഴ്സ് നോക്കുന്നവരാരുമില്ലേ? ജയറാം രമേശൊക്കെ എന്ത് ചെയ്യാണ്? അവർക്കാർക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ചിദംബരമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ സിറ്റിസണായിട്ട് കോൺഗ്രസിലുള്ള മറ്റു ആൾക്കാർക്കാർക്കും ശശി തരൂരിനെ ഈ ആസ്പെക്റ്റിലൊന്നും എതിർക്കണമെന്ന് തോന്നാത്തതിനും അതിനെതിരെ അച്ചടക്ക നടപടി വേണമെന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് കത്തെഴുതാനോ ഒക്കെ താല്പര്യമില്ലാത്തത് എന്താണെന്നുള്ള ഒരു പ്രധാനമായ ചോദ്യമുണ്ട്. മോഡിയുടെ ഫോറിൻ പോളിസിയെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെതിരെ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്നുള്ളതാ പറയണ്ടേ? അത് കോൺഗ്രസിന്റെ പ്രതിനിധി പറയണ്ടേ? പൊടിപ്പാർ സാറിന് പറയാൻ പറ്റില്ല, അത് ഞാൻ എഗ്രി ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഇവിടെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെക്കുറിച്ച് പറയുന്ന ഒരു നല്ല വാക്ക് അത് ഞാൻ എടുക്കും. അതേ സ്ഥാനത്ത് എന്നെക്കുറിച്ച് വിമർശനാത്മകമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ വിമർശനത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് നല്ല യാത്ര ചെയ്യാനുള്ള ശ്രമമായിരിക്കാം ഒരു സർക്കാർ നടത്തുക. ഇപ്പം ഈ വിമർശിക്കുന്നതിനകത്ത് പോലും നമുക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാവും, അതും നമ്മൾ പറയും. അതുകൊണ്ട് അദ്ദേഹം പുകഴ്ത്തിയ കാര്യങ്ങൾ മാത്രം അത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ എന്നൊരർത്ഥമില്ല. മറ്റേ വിമർശനം മാത്രം എടുക്കാതിരിക്കുന്ന ഒരർത്ഥമില്ല. ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെ ഇതൊരു ബണ്ടിലായിട്ട് തന്നെയാണ് വരുന്നത്. അദ്ദേഹത്തിന് എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ പോസിറ്റീവ് ഞങ്ങൾ നെഗറ്റീവ് എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താ പോസിറ്റീവ് എടുക്കാത്തെ? ആ ചോദ്യം ഇവിടെ പ്രസക്തമല്ലേ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു വിമർശനം വരുമ്പോൾ, എനിക്കെതിരെ ഒരു വിമർശനം വന്നാൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കെതിരെ ഒരു വിമർശനം വന്നാൽ പൊതുവെ അത് അടിമുടി പരിശോധിക്കുക നമ്മൾ ചെയ്യുന്നത്. അത് എല്ലാ സർക്കാരുകളും എല്ലാ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും അങ്ങനെ ചെയ്യാറ്. അത് പൊതുവേ നിങ്ങൾ പറയുന്ന പോസിറ്റീവ് നമ്മൾ എടുത്തു, നെഗറ്റീവ് നമുക്ക് നെഗറ്റീവ് ഇല്ലെന്ന് ആരാ പറഞ്ഞേ? എല്ലാ സർക്കാർ മനുഷ്യരായിട്ടുള്ളവർക്ക് എല്ലാം തെറ്റുകൾ പറ്റാറുണ്ട്. മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കറക്റ്റീവ് മെഷേഴ്സ് തന്നെയാണ്. ഇപ്പം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോശം നടന്നിട്ടുണ്ടെങ്കിൽ നാളെ അത് നടക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രിയും സർക്കാർ ശ്രമിക്കുന്നത്. അതല്ല പിന്നെ എന്തിനാ? അല്ലെങ്കിൽ പിന്നെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം എങ്ങനെ ഉണ്ടാവുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ആണ്. ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. ആ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റിനെ അല്ലെങ്കിൽ ആ സ്പേസിനെ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായി കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ നിന്നും സർക്കാരിന്റെ ഇടപെടലിൽ നിന്നും വരുന്നുണ്ട്. അത് അംഗീകരിക്കാനുള്ള ഇടുങ്ങിയ മനസ്സ് കോൺഗ്രസിനില്ലാത്തപ്പം യഥാർത്ഥത്തിൽ ശശി തരൂരിനുണ്ട് എന്ന് പറയുന്നതിനെ ശ്ലാഘിച്ചേ മതിയാവും. ശരി ലാൽകുമാർ, ഒരു റോണിക്ക് ബേബി, ഈ ചോദ്യം ലാൽകുമാർ ഉന്നയിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം വന്നു എന്ന് തോന്നുന്നു. ഈ ശശി തരൂർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന കാര്യത്തിൽ ഇവിടെ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അഭിപ്രായം പറയേണ്ടത് ശശി തരൂർ കേരളത്തെ കുറിച്ച് പറഞ്ഞതോ കേരള സർക്കാരിനെ കുറിച്ച് പറഞ്ഞതല്ല. വലിയ പ്രസക്തമായ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, മോദിയെ ട്രംപ് വിളിച്ചത് ശരിയായി, നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അതിലൊരു വാക്ക് പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞോ? എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു ഇന്ത്യൻ നാഷണൽ അല്ല ലോക്കൽ പാർട്ടിയായി മാറുന്നതെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. അത് നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയാൽ എങ്ങനെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചു എന്നുള്ള വലിയ വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ലാൽകുമാർ ഉന്നയിച്ച പ്രശ്നം കൂടിയുണ്ട്. അതിൽ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം, ഒരു ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് രാഷ്ട്രീയത്തിലുമുണ്ട്, വികസനത്തിലും എല്ലാ കാര്യത്തിലുമുണ്ട്. അതെന്താണ് മനസ്സിലാകാത്തത് കോൺഗ്രസിന് എന്നുള്ള ചോദ്യമാണ് ലാൽകുമാർ ചോദിച്ചത്. റോണിക്ക് ബേബി, ഈ നമ്മുടെ ഈ ചർച്ചയുടെ ഇടയിലല്ല, ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താവ് പവൻ ഖേരയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള വിമർശനം, അഭിപ്രായം ഡോക്ടർ ശശി തരൂരിനെതിരെ അദ്ദേഹം മോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിനെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ വിഷയമാണെങ്കിലും അഖിലേന്ത്യാ തലത്തിലുള്ള വിഷയമാണെങ്കിലും അത് ശക്തമായി, ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെ ഈ പറയുന്ന തരൂരിന് പറയാമോ? അദ്ദേഹം പറയുന്നത് എന്താ, അവിടെ ഈ ട്രംപുമായി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അടച്ചിട്ട മുറിക്കുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഇന്ത്യയിലെ ഇങ്ങോട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ വിമാനത്തെ കൊണ്ടുവന്നപ്പോൾ കൈയും കാലും കെട്ടി ഈ മാടുകളെ കൊണ്ടുവന്നത് പോലെ കൊണ്ടുവന്ന രീതിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചിട്ടുണ്ടെന്ന് പോലും തരൂർ പറഞ്ഞു. ഇന്ത്യയിൽ ഒരു മാധ്യമം പോലും അത് റിപ്പോർട്ട് ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല.
ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു വക്താവും ഇതുവരെ പറഞ്ഞിട്ടില്ല. തരൂരാണ് ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ പോലും ഒരു പ്രസ്താവന. ഇന്ത്യ പ്രധാനമന്ത്രി അതിനെപ്പോലും വിമർശിച്ചു. എന്താണ് തരൂരിന്റെ ചേതോ വികാരം എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ. ഏതൊക്കെ ഇന്റർനാഷണൽ കോൺഗ്രസ് അതിനെ അതിശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. ശരി, ശ്രീ റോണിക്ക ബേബി, ഞാൻ ഇടപെടുകയാണ്. താങ്കളുടെ ഒരു പഴയ സഹപ്രവർത്തകൻ പി എൻ സുരേഷ് ബാബു നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് താങ്കളുടെ പാർട്ടിയുടെ നേതാവ് ശശി തരൂർ എടുത്ത നിലപാടിനോടും താങ്കളുടെ നേതാക്കളുടെ ഇന്നത്തെ വി ഡി സതീശൻ അടക്കമുള്ള പ്രസ്താവനയെക്കുറിച്ചും ചില ചോദ്യങ്ങൾ താങ്കളോടാണ് ചോദിക്കാനുള്ളതെന്ന് തോന്നുന്നു, അല്ലേ ശ്രീ പി എൻ സുരേഷ് ബാബു? ശ്രീ പി എൻ സുരേഷ് ബാബുവിലേക്ക് തിരികെ വരാം. ശ്രീ വി പി മുസ്തഫ, ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ലാൽകുമാർ അവതരിപ്പിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. വളരെ വിശാലമായ അർത്ഥത്തിൽ കാണേണ്ട ഒരു പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ലാൽകുമാർ പറയുകയും ചെയ്തത്. ഇവിടെ ഇപ്പോഴും റോണിക്ക ബേബി അടക്കമുള്ള നേതാക്കൾ വളരെ കൃത്യമാണ്. നമ്മൾ വലിയ സങ്കീർണമായ വിഷയങ്ങളിലൊക്കെ ഒന്നും പോകേണ്ട കാര്യമില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് ഇതാ വരാൻ പോവുകയാണ് 2026. 2026 തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ പോകുന്നത് ഞങ്ങൾ ഇതാണ്. ഈ കോൺഗ്രസ് ഈ CPM-നെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഇതാണ്. അവർ ഇവിടെ വികസനം ഒരടിപ്പുണ്ടാക്കി, അല്ലെങ്കിൽ അവർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയാനുള്ള ആ ഒരു സാധ്യത ഒരുപക്ഷെ ശശി തരൂർ അടച്ചു കളഞ്ഞു എന്നാണ് റോണിക്ക ബേബിയുടെ പറയാതിരുന്ന അല്ലെങ്കിൽ ജോർജ് പടിപ്പാറയുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്ത്. എന്താണ് ഈ CPM-നെതിരെ കോൺഗ്രസിന് അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനുള്ള പ്രശ്നം? ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ രാഷ്ട്രീയമായോ വികസന സംബന്ധിയായോ ഒരു കാര്യവും ഉന്നയിക്കാനില്ല എന്നുള്ളതിന്റെ നല്ല തെളിവല്ലേ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോ ഇടക്ക് നിന്ന് പോയിട്ടുള്ള നിയമസഭാ സമ്മേളനം. ബജറ്റ് സമ്മേളനത്തിന്റെ ചർച്ചയുടെ അവസാനത്തെ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റവും ആ ഇറങ്ങിപ്പോക്കും നിങ്ങൾ നോക്ക്. എന്തിന്റെ പേരില്ല? സ്പീക്കറോട് കലഹിച്ചിട്ട് ഒരു ജനകീയമായ ഒരു വിഷയം ഇവർക്ക് എടുക്കാനില്ല. കാരണം അങ്ങനെ ഒരു ജനകീയ പ്രശ്നം എടുക്കാൻ മാത്രം പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ ഇല്ല. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോകുന്നത്. ഒരു കാര്യം ശരിയല്ലേ, നേരത്തെ കേരളത്തെ കുറിച്ച് ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു. ആ പ്രതിച്ഛായയുടെ ചില സൂചനകൾ ശശി തരൂരിന്റെ ലേഖനത്തിലുണ്ട്. ആ കാര്യമാണ് റോണി പ്രത്യേകം ആ ലേഖനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരികെ. ഇപ്പോൾ പി എൻ സുരേഷ് ബാബുവിന്റെ ലൈൻ ഒരിക്കൽ കൂടി കണക്ട് ആയിട്ട്. ശ്രീ പി എൻ സുരേഷ് ബാബു, താങ്കൾ ഈ ചർച്ച കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇവിടെ ഇന്നത്തെ പ്രശ്നം ചർച്ച ഇതാണ്, ആ സ്റ്റാറ്റിസ്റ്റിക്സ്. ശശി തരൂർ ഇന്നലെ എഴുതിയ ലേഖനം, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയെന്ന് വി ഡി സതീശൻ ചോദിച്ചു. ആ സ്റ്റാറ്റിസ്റ്റിക്സ് നെറ്റിലും ഇന്റർനാഷണൽ മാധ്യമങ്ങളിലും പരതു എന്ന് പറയുകയും ചെയ്തു, കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോഴും കേരളത്തെ ഇങ്ങനെ ഇകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് റോണിക്ക ബേബിയും അതോടൊപ്പം തന്നെ വി ഡി സതീശനും അടക്കമുള്ളവർ. എങ്ങനെയാണ് താങ്കൾക്ക് ചോദ്യം ചോദിക്കാറുള്ളത് റോണിക്ക ബേബിയോട്, താങ്കളുടെ സഹപ്രവർത്തകൻ പഴയ? ഇത് ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഈ ഇഷ്യൂയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അത് റോണിക്ക ബേബി സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ, വി ഡി സതീശൻ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ എന്നൊക്കെ ചോദിച്ച് അത് മറുപടി വളരെ അവധാനതയോടെ തന്നെ ശ്രീ മുസ്തഫ പറഞ്ഞിട്ടുമുണ്ട്. ശ്രീ ലാൽകൃഷ്ണനും അതിനെ കുറിച്ച് സപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ശ്രീ ശശി തരൂരിന് എങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ കാരണമായി എന്ന രാഷ്ട്രീയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ആ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തിന് സാധിക്കണം. അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നിരയിലുള്ള ഒരു നേതാവാണ് ശ്രീ ശശി തരൂർ. ആ നേതൃത്വ നിരയിലുള്ള അവരുടെ നേതൃത്വ നിരയിൽ തന്നെയുള്ള ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ടത്, അല്ലെങ്കിൽ പ്രസ്താവന എഴുതി കൊടുക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായി? അത് പരിശോധിക്കാൻ തയ്യാറാകാതെ അതിന്റെ കണക്കെവിടെ, ഇതിന്റെ വസ്തുത എവിടെ എന്ന് ചിന്തിക്കുന്നതിനോട് ഒരു യുക്തിയും ഞാൻ വ്യക്തിപരമായി കാണുന്നില്ല. ശ്രീ ശശി തരൂർ എടുക്കുന്ന നിലപാടുകൾ ഏതൊക്കെ തരത്തിലുള്ളതാണ്? അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംബർലയ്ക്ക് കീഴിൽ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളല്ല. ഒരു ഇന്റർനാഷണൽ സാമൂഹ്യ പശ്ചാത്തലമുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് തന്റെ സ്വന്താനുഭവത്തിന്റെ വെളിച്ചത്തിൽ കേരളത്തിൽ നടക്കുന്ന ഭരണപരമായ നേട്ടങ്ങളെ അതൊന്ന് സപ്ലിമെന്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് തോന്നി. അങ്ങനെ തോന്നാനുണ്ടാവുന്ന ഒരു കാരണം പ്രധാനമായും സ്ഥാനത്തും അസ്ഥാനത്തും ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ
അനാവശ്യമായി താൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനം വിമർശിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെയല്ല ഈ UDF സംവിധാനം ചിന്തിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കേണ്ടുന്നത് അദ്ദേഹത്തിന്റെ ചുമതലയാണെന്ന ബോധ്യമാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു പ്രസ്താവന ഇറക്കാൻ പ്രേരിപ്പിച്ചത്. അത് മനസ്സിലാക്കാതെ അതിനോട് ആ രൂപത്തിൽ പ്രതികരിക്കാതെ ഇതിന്റെ കണക്ക് എവിടുന്നാണ് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിയത് എന്ന് ചോദിച്ച് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് തിരുത്താൻ ഈ UDFന്റെ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞങ്ങൾ പോകുന്ന തെറ്റായ വഴിയിലൂടെ തന്നെയേ യാത്ര ചെയ്യൂ എന്ന് ജനങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്ന ഒരു സമീപനമാണ്. അത് മാറ്റാൻ തയ്യാറായാൽ UDFന് നല്ലത്, അല്ലാത്ത പക്ഷം അതിന്റെ അനുഭവങ്ങൾ എന്തായിരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. ശരി, വളരെ നന്ദി ശ്രീ PN സുരേഷ് ബാബു. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. ശ്രീ റോണി കെ ബേബി, താങ്കൾ കേട്ടിട്ടുണ്ടാകും എങ്ങനെയാണ് UDF സംവിധാനം കാലങ്ങളായി കേട്ടുപറയുന്നതാണ്. UDF ഇങ്ങനെ ആണ്, കോൺഗ്രസ് ഇങ്ങനെയാണ്. പക്ഷേ ഇതാ ശശി തരൂർ എന്ന് പറയുന്നു ഈ വികസനത്തെ അത് ഒരേ രീതിയിൽ തന്നെ കാണുന്നതാണ്. സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ വികസനത്തെ താറടിച്ച് കാണിക്കരുത് എന്ന് പറയുന്ന ഒരു UDF നേതൃത്വമുണ്ട്, ഒരു കോൺഗ്രസ് നേതൃത്വമുണ്ട് എന്ന് ശശി തരൂർ എന്ന് പറയുമ്പോൾ അതിനെ ആ പോസിറ്റീവ് വശത്തിൽ എടുക്കാതെ എവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിക്കുന്നത് ശരിയാണോ എന്നാണ് PN സുരേഷ് ബാബു താങ്കളുടെ പഴയ സഹപ്രവർത്തകൻ ചോദിച്ചത്. വളരെ ചുരുക്കി തന്നെ താങ്കൾക്ക് എന്നെ മറുപടി പറയാം, സമയപരിമിതി. ഞാൻ ഈ ചർച്ചയിൽ ആദ്യം മുതൽ പറയുന്ന പോയിന്റ്, ശശി തരൂര് കോട്ട് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വ്യവസായ മന്ത്രി പറഞ്ഞ ചില കണക്കുകളല്ല അദ്ദേഹം കൂട്ടിയേണ്ടത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ പറയുക, ഇവിടെ ഈ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ, ഇതിനു മുമ്പ് അമേരിക്കയിലും സിംഗപ്പൂരിലും ആണെങ്കിൽ 3 ദിവസം കൊണ്ട് വ്യവസായം വരുമായിരുന്നു. ഇവിടെ ഇന്ത്യയിൽ 114 ദിവസം, കേരളത്തിൽ 236 ദിവസം. ഇപ്പോൾ മന്ത്രി പറയുന്നു 2 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ വ്യവസായം വരും. ഈ 2 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ വ്യവസായം വരില്ല എന്നുള്ളത് നമുക്കറിയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം. അതിന്റെ യുക്തിയെ മാത്രമാണ് ഞങ്ങളോട് ചോദ്യം ചെയ്തത്. പറഞ്ഞല്ലോ സ്റ്റാർട്ടപ്പ് എന്ന കണക്കിനോട് പറഞ്ഞു 2016 സ്റ്റാർട്ടപ്പ് മിഷൻ കേരളത്തിൽ വരുന്നത്. നമ്മൾ 100 താഴെ സ്റ്റാർട്ടപ്പ് ആയിരുന്നെങ്കിൽ ഇന്ന് കൃത്യമായി തന്നെ 4090. ശ്രീ റോണി കെ ബേബി, താങ്കൾ പറഞ്ഞു നിൽക്കുന്ന ഇടപെടേണ്ടതുണ്ട്. കാരണം ഈ താങ്കൾ ചോദിച്ചല്ലോ എങ്ങനെയാ 2-3 മിനിറ്റിനകം ഈ വ്യവസായം വരിക എന്നുള്ളത്. ഈ കേരളത്തിലെ വ്യവസായ നയത്തിൽ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. 50 കോടിയിൽ താഴെയുള്ള വ്യവസായമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈസൻസും ഇല്ലാതെ ഇവിടെ വ്യവസായം തുടങ്ങാം. അതിനുശേഷം 2.5 വർഷത്തിനകം ലൈസൻസ് മറ്റ് സംവിധാനങ്ങൾ എടുത്താൽ മതി. ഏകജാലക സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് എപ്പോഴും ആർക്കും ഇവിടെ വ്യവസായം തുടങ്ങാം. അങ്ങനെ കേരളത്തിന്റെ സാഹചര്യം മാറിയിരിക്കുന്നു. ശ്രീ റോണി കെ ബേബി, അത് കാണാതിരുന്നു കൂടെ. അവിടെ ഇത്തരം ചോദിക്കരുത്. 2-3 മിനിറ്റ് എങ്ങനെ വ്യവസായം ചോദിച്ചാൽ അതൊരു വല്ലാത്ത ചോദ്യമാണ്. അതിന്റെ പോസിറ്റീവ് വശത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 10-15 വർഷം മുമ്പ് ഇവിടെ വിദേശ സർവകലാശാലകൾക്കെതിരെ സമരം ചെയ്തു. അപ്പോൾ അതിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരളം മാറുകയാണ്. നിയമങ്ങളാണ് കേരളത്തിലെ ഈ വ്യവസായ സമൂഹത്തിന് വേണ്ടി നമ്മൾ മാറ്റിയത്. ഇവിടെ പറഞ്ഞു 19 വർഷമായി കേരളത്തിൽ താമസം വിളിച്ചില്ല. ഏറ്റവും അവസരം വിളിച്ച ആര്യ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി. അദ്ദേഹം അവിടെ പോയി തെറ്റി വീണ് നാലുടിയും ചെയ്ത കാര്യം നമുക്കറിയാം, ലാവോസ് വെച്ച്. അതിനുശേഷം BSS സർക്കാർ വന്നു. ഇവിടെ എന്തായിരുന്നു വെട്ടുനിരത്തുള്ള സമരം ഉൾപ്പെടെ മുഴുവൻ സമരങ്ങളും. ഇതോട് ഒരു ആദർശം പറയുന്നില്ല. വിഴിഞ്ഞം വന്നപ്പോൾ 6000 കോടി രൂപയുടെ വിഴിഞ്ഞൻ പദ്ധതി 10,000 കോടി രൂപയുടെ അഴിമതി പറഞ്ഞ് അത് നടത്തില്ലെന്ന് പറഞ്ഞ ആളുകളല്ലേ ഈ CPM. അപ്പോൾ CPM മാറുന്നു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അവർ പറയുന്ന രീതിയിൽ ഈ പുകമറ സൃഷ്ടിച്ച് ഈ കേരളത്തിൽ 3 ലക്ഷത്തോളം വലിയ വന്നിരിക്കുന്നു. 2400 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് വന്നു കേരളത്തിൽ. ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഈ സർക്കാർ ഇപ്പോൾ കുറ്റഘോഷിക്കുന്ന പോലെ ഈ എല്ലാത്തിലും കേരളം ഒന്നാണ് എന്നൊരു സാഹചര്യത്തിലേക്ക് കേരളം വന്നിട്ടില്ല. അത് വരണം. അതിനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളിവിടെ പറയുന്നത് താങ്കൾ സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ മാറ്റമൊക്കെ ശരിയാണ്. പക്ഷേ എല്ലാത്തിലും ഒന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയത്തില്ല. റോണി കെ ബേബി പറഞ്ഞ് നിർത്തിയെടുത്തതിന് തുടങ്ങി. ഇങ്ങനെ അങ്ങ് കേരളത്തിന് 1-ാം സ്ഥാനത്ത് എത്താൻ പറ്റുമോ? അങ്ങനെ ആകുന്നത് ശരിയല്ലല്ലോ ശ്രീ PP മുസ്തഫ. നിങ്ങൾ നോക്ക്, ഇദ്ദേഹം റോണി ഒരു പ്രൊഫസറും കൂടി കാര്യങ്ങൾ അറിയുന്ന ഒരാളല്ലേ, ശശി തരൂരിനെ പോലെ മനസ്സിലാക്കാൻ പറ്റുന്നവരല്ലേ. റോണി ഇപ്പൊ ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നും തന്നിട്ടില്ല. കേരളം എന്ന വാക്കേ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ജനുവരി 31 ഇതേ നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യ മന്ത്രി എക്കണോമിക് സർവേ അവിടെ വെച്ചു പാർലമെന്റിൽ. ആ എക്കണോമിക് സർവേയിൽ കേരളത്തെ കുറിച്ച് 3 കാര്യങ്ങളിൽ പ്രത്യേകം പ്രശംസിക്കുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ, എക്സ്ട്രീം പോവർട്ടി എറാഡിക്കേഷന്റെ കാര്യത്തിൽ, അതുപോലെ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം, പ്രത്യേകിച്ച് നമ്മുടെ ഹരിതകർമ്മസേന മോഡലിനെയൊക്കെ പ്രശംസിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാരിന്റെ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പാർലമെന്റിൽ വെച്ച രേഖയിൽ നമ്മളെ ഈ 3 കാര്യങ്ങളിൽ പ്രശംസിച്ചിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ ചുമ്മാ അങ്ങ് നടക്കുന്ന ഒന്നാണ്. അതൊക്കെ കൃത്യമായിട്ട് നടന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെ ഒരു പ്രശംസ നടത്താൻ പറ്റുള്ളൂ. അവിടെ ശശി തരൂർ വെറുതെ അങ്ങ് LDFനെ പ്രശംസിക്കാൻ എഴുതുകയാണല്ലോ.
കേരളത്തിലെ കോൺഗ്രസിനെ വെട്ടിലാക്കാൻ എഴുതുകയല്ലോ. ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ LDF ആണ്, പിണറായി വിജയനാണ്, ഇവർ സമരം മാത്രം പഠിച്ച ആളുകളാണ്, ചോദമൊഴിയുടെ ആളുകളാണ്, ഇവരുടെ കാലത്ത് കേരളത്തിൽ ഒന്നും നടക്കില്ല. ഇങ്ങനെ ഒരു പ്രതീതിയാണ് കാലാകാലത്ത് നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അത് മാറ്റിയെടുത്തിട്ടാണ് കേരളം ഇന്നിപ്പോ വലിയ നിലയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ഇവിടെ പറഞ്ഞ ഈ വെട്ടിനിരത്തൽ സമരം അത് നിങ്ങളുടെ ഭാഷയാ. കേരളത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് 2008 VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോ നമ്മുടെ തണ്ണീർത്തടങ്ങളും പ്രകൃതിയും സംരക്ഷിക്കാൻ, വയലുകൾ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം ഉണ്ടായത്. അത് കാണണേ നിങ്ങൾ. അങ്ങനെയാണ് ഈ നാട് മാറി വന്നിട്ടുള്ളത്. അങ്ങനെയെല്ലാമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വലിയ നിലയിൽ കേരളം നേടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാ 2 മിനിറ്റിനുള്ളിൽ വ്യവസായം വരിക? എന്റെ റോഡി, എങ്ങനെയാ ഒരാൾ വ്യവസായം തുടങ്ങാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കും, എന്നിട്ടല്ലേ ലൈസൻസിന് അപേക്ഷിക്കുക? അങ്ങനെ അപേക്ഷിച്ച കാരണം ഒരുപക്ഷെ ഇയാളുടെ ബിൽഡിംഗ് എടുത്ത് അതില് സജ്ജീകരണങ്ങൾ ഒരുക്കി മെഷീനറി കൊണ്ടുവന്ന് അസംസ്കൃത വസ്തുക്കളുടെ കാര്യങ്ങൾ ഉറപ്പുവരുത്തി പ്രൊഡക്ഷന്റെ സ്റ്റേജിലെത്തി ലൈസൻസ് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ചിലപ്പോൾ 1 വർഷം വേണ്ടി വരും ഈ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ. എന്നിട്ട് ലൈസൻസിന് അപേക്ഷിച്ചാൽ കേരളത്തിൽ ആ ലൈസൻസ് കിട്ടാൻ 1 വർഷമെങ്കിലും കാത്തിരിക്കണമായിരുന്നു. പല തരത്തിലുള്ള ചട്ടങ്ങൾ, നൂലാമാലകൾ, നമ്മുടെ റെഡ്ടാപ്പിസം, അതാണ് നമ്മളിപ്പോ 2 മിനിറ്റിലേക്ക് ആക്കി കൊടുത്തിരിക്കുന്നത്. ഇപ്പോ വിപ്രോ ബ്രാഹ്മൺസിന്റെ MD വിഷ്ണു ശ്രീനാഥിന്റെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ റോണിക്ക് അയച്ചു തരാം. അതിൽ അദ്ദേഹം പറയുക, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളുടെ ഓഫീസിൽ ഇരുന്ന് ഞങ്ങൾ ഓൺലൈൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വ്യവസായ വകുപ്പിന്റെ ഓൺലൈനിൽ അപേക്ഷകൾ അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ അതിനിടയിൽ വീട്ടിലേക്കൊന്ന് കാപ്പി കുടിക്കാൻ പോയി. 2 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഓഫീസിൽ നിന്ന് ഫോൺ വന്നു, സാറേ നമ്മുടെ ഡീംഡ് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നു, 3 വർഷത്തേക്ക് പ്രവർത്തിക്കാൻ അനുമതി കിട്ടിയിരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് വിപ്രോ ബ്രാഹ്മൺസിന്റെ MD വിഷ്ണു ശ്രീനാഥ് ഒരു യോഗത്തിൽ പറയുന്നതിന്റെ വീഡിയോ ഞാൻ അയച്ചു തരാം. സർക്കാരിന്റെ യോഗത്തിലല്ല കേട്ടോ, വേറെ യോഗത്തിലാ പറയുന്നത്. ശരി, ശ്രീ VPP മുസ്തഫ, സമയപരിമിതി പോലെ ഞാൻ ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞാണ് ഏറ്റവും ഒടുവിൽ വിപ്രോയുടെ MDയുടെ ആ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇന്നലെ എഴുതിയ ഇന്ത്യ എക്സ്പ്രസിൽ ശശി തരൂർ എഴുതിയ ആ ഒരുപക്ഷെ കടുകട്ടി വാക്കുകൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ എഴുതിയ ഹോണറിഫിക് ക്യാബിനറ്റ് യൂഡിലിറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞ് 27 അക്ഷരങ്ങളുള്ള ഒരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. ഇതുപോലെയുള്ള ചില വാക്കുകൾ ശശി തരൂർ പ്രയോഗിക്കാറുമുണ്ട്. അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനം എവിടെ ഡാറ്റ, എവിടെ കണക്കുകൾ എന്ന് ചോദിച്ച് VD സതീശനും K മുരളീധരനും അടക്കമുള്ളവർ രംഗത്ത് വരുമ്പോൾ കേരളം മുഴുവനാകെ ഇന്ന് അത് ചർച്ച ചെയ്യുകയും ചെയ്തു. അതിന് നന്ദി പറയേണ്ടത് ഒരു പക്ഷേ VD സതീശനോടും കൂടിയാണെന്ന് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരിക. ഏതായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത VPP മുസ്തഫ, റോണി കെ ബേബി, അഡ്വക്കേറ്റ് N ലാൽകുമാർ, ഒപ്പം തന്നെ ജോർജ് പൊടിപ്പാറ, PN സുരേഷ് ബാബു എന്നിവർക്ക്. ഇനിയിപ്പോൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.